യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഓട്ടോ വാങ്ങിയിട്ടേ വീട്ടിലേക്ക് പോകൂ. അതിരിക്കട്ടെ, എന്റെ ഭാര്യ എവിടെ? കണ്ടില്ലല്ലോ. അവളവിടെ മൊബൈലിൽ നോക്കി ഇരിപ്പുണ്ട്. എന്നാ പിന്നെ ഞാൻ കൂടി ചെല്ലട്ടടാ. ശരി, പോട്ടെ മോളെ. പ്ലീസ് ചേട്ടാ, ദയവായി ഈ മാല കൂടെ കൊണ്ടുപോകണം. എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ. അതൊന്നും ശരിയാവില്ല പ്രാർത്ഥന. പിന്നീട് ഇത് വലിയ പ്രശ്നമാവും. ഞാൻ വേറൊരാളോട് കാശ് വെച്ചിട്ടുണ്ട്, കിട്ടാതിരിക്കില്ല. അല്ലാതെ ഇത്രയും മാത്രമായിട്ട് കൊടുക്കുന്നത് മോശമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ മാല ഏട്ടൻ കയ്യിൽ വെച്ചോ. ഞാനിത് എപ്പോഴും ഇടാത്ത മാലയാ. വേറെ കാശ് കിട്ടിയില്ലെങ്കിൽ ഇത് പണയം വെക്ക്, ഇല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നാൽ മതി. ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. ഇത് നമ്മളല്ലാതെ മറ്റാരും അറിയാതിരുന്നാ പോരെ. പിടിക്ക്. ഇവിടെ ഇപ്പോ ഭാവനേച്ചിയുടെ ജീവനാണ് നമുക്ക് പ്രധാനം. ഭാവന ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മളിൽ ഒരാൾക്കൊരു ആവശ്യം വന്നപ്പോ നമ്മൾ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനം പോലും നമ്മളെ തിരിഞ്ഞു നോക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങിയേ പറ്റൂ. പലപ്പോഴും ഭാവന തന്നെ മുൻകൈയെടുത്ത് ചെയ്തിട്ടുള്ളതാ ഇതുപോലുള്ള ആവശ്യങ്ങൾ. സിസ്റ്റർ പറഞ്ഞു, ഞങ്ങളാൽ കഴിയുന്ന എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടിപ്പോ ആലോചിക്കാനൊന്നും സമയമില്ല. നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഭാവനയെ സഹായിക്കാൻ സൂര്യയുണ്ട്. പക്ഷെ സൂര്യ കാശിന് പോയിട്ട് ഇതുവരെയും കണ്ടില്ല. നിങ്ങളുടെ കയ്യിലോ സുഹൃത്തുക്കളുടെ കയ്യിലോ ഉള്ള കാശ് അത് ഏതായാലും ധൈര്യമായിട്ട് ഇവിടെ എത്തിക്കാൻ പറഞ്ഞാൽ മതി. ഭാവനയുടെ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ കാശ് സൂര്യ നമുക്ക് തിരികെ തരും. അതിന് ഞാൻ ഗ്യാരണ്ടി. എങ്കിലും എത്രയും വേഗം വേണം നമ്മളാൽ കഴിയുന്നത് സ്വരൂപിക്കാം. ഓക്കെ സിസ്റ്ററെ, ശ്രമിക്കാം. ലത സിസ്റ്ററെ, നമ്മൾ എത്ര കൂട്ടിയാലും ഇത്രയും കാശ് കിട്ടുമോ? ശ്രമിക്കാം. അതിനുള്ളിൽ സൂര്യ വരാതിരിക്കില്ല. എന്നാ ഞാൻ പോയി നമ്മുടെ കൂടെയുള്ളവരിൽ നിന്നും കിട്ടാവുന്നിടത്തോളം കളക്ട് ചെയ്യാം. ശരി. സേതുവണ്ണ, ധൈര്യമായിട്ടിരിക്കെ. ലത സിസ്റ്റർ നല്ലൊരു ഐഡിയ അല്ലേ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കിട്ടുന്നിടത്തോളം കാശ് കൊടുക്കാമല്ലോ. എന്നാലും 9 ലക്ഷം രൂപ വേണ്ടടാ. അത്രയൊക്കെ ഞാൻ എവിടെ നിന്ന് മറിക്കാനാ? കടമായിട്ട് വാങ്ങാൻ വേണ്ടിയാണ് ലത സിസ്റ്റർ പ്ലാൻ ചെയ്യുന്നത്. ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ സൂര്യ എണ്ണം തന്നെ ആ കാശ് കൊടുക്കുമല്ലോ. പാവം, ലതയ്ക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലേ? പട പോലെ കുറെ സുഹൃത്തുക്കളുണ്ടായിട്ടൊന്നും കാര്യമില്ലണ്ണ. ലത സിസ്റ്റർ പോലെയുള്ള ഒരു സുഹൃത്ത് ഓരോ വ്യക്തിക്കും ഉണ്ടാവണം. അങ്ങനെ പരസ്പരം മനസ്സിലാക്കുന്ന 2 പേരാടാ സൂര്യയും ഭാവനയും. സൂര്യക്ക് എന്ത് പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഭാവന സീരിയസ് കണ്ടീഷനാണെന്ന് മനസ്സിലാക്കിയിട്ടാ സൂര്യ കാശിന് പോയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്നൊക്കെ ഇത്രയും കാശ് മറിയണ്ടേ സേതുവണ്ണ? അതുകൊണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം. സേതുവേട്ടാ, മോനെ, സേതുവേട്ടാ, ഓപ്പറേഷന്റെ കാര്യം എന്തായി? കാശിന് വേണ്ടി പല വഴിക്ക് ശ്രമിച്ചോണ്ടിരിക്കുക. ഈ കാശും കൂടെ പിടിക്കേ. 50,000 രൂപയുണ്ട്. മോനെ, പിടിക്ക് സേതുവേട്ടാ. ആദ്യം കാര്യങ്ങൾ നടക്കട്ടെ. വായിക്കണ്ണ, ഈ കാശിന് സ്നേഹത്തിന്റെ മണം ഉണ്ടാവും. സൂര്യയെ ഞാനും വിളിച്ചു, കിട്ടുന്നില്ല. സാധാരണ അവൻ സ്വിച്ച് ഓഫ് ചെയ്യാത്തതാ. ഇത് ചാർജ് തീർന്നതാവും. ഭാവന വീട്ടിൽ പോയി നോക്കിയിരുന്നു, അവിടെ എത്തിയിട്ടില്ലെന്നാ പറഞ്ഞത്. അവന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. വരുമെങ്കിൽ അവൻ കാശും കൊണ്ടേ വരും. ഡോക്ടർ, I'll call you back. എന്താ റാണി? ഡോക്ടർ, ആ ലത സ്റ്റാഫുകളിൽ നിന്ന് കാശ് പിരിക്കുക, ഭാവനയുടെ ഓപ്പറേഷന് വേണ്ടി. റാണി കണ്ടോ? അതെ ഡോക്ടർ, ഇപ്പൊ തന്നെ നല്ലൊരു തുക കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നോട് ചോദിച്ചില്ല. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ ഡോക്ടർ. ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് വേണ്ടി പിരിച്ചെടുക്കുമ്പോൾ അത് തടയാൻ പറ്റില്ലല്ലോ.
മറ്റെന്തെങ്കിലും മാർഗം കണ്ടേ പറ്റൂ. എന്തെങ്കിലും ഉടനെ വേണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോവും. എത്ര പിരിവെടുത്താലും അടയ്ക്കാനുള്ള കാശ് കിട്ടില്ലല്ലോ റാണി. പറയാൻ പറ്റില്ല. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ പ്രതീക്ഷിച്ച തുക കിട്ടിയാലോ? അങ്ങനെയാണെങ്കിൽ ഒരു മാർഗമുണ്ട്. എന്താ ഡോക്ടർ? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എല്ലാം വളരെ സൂക്ഷിച്ചു വേണം. ഓക്കെ ഡോക്ടർ. സർ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാം മിസ്റ്റർ, പക്ഷേ ഞങ്ങൾക്ക് മുകളിലിരിക്കുന്ന ആൾ പറയുന്ന പോലെ ചെയ്യാൻ പറ്റൂ. ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങളിവിടെ നിന്നേ പറ്റൂ. സർ, ഞാൻ പറഞ്ഞ കേട്ടില്ലേ? ഇല്ല, എന്താ പറഞ്ഞേ? സർ, എന്റെ കാറിൽ നിന്ന് കണ്ടെത്തിയ മയക്കുമരുന്നൊന്നും എന്റേതല്ല സർ. ദയവായി എന്നെ ഒന്ന് വിശ്വസിക്കണം. സോറി, ഞങ്ങൾക്ക് തെളിവാ പ്രധാനം. എന്താ വേണ്ടതെന്ന് CI വന്നതിന് ശേഷം ആലോചിക്കാം. സർ, ആ കാറിലുണ്ടായിരുന്ന കാശ് ഒരു ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ളതാണ് സർ. സാർ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. സോറി, എന്താണെങ്കിലും CI വന്നതിന് ശേഷം നടക്കൂ. CA സാർ എപ്പോ വരും? അത് പറയാൻ പറ്റില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യാമോ? എന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തോണ്ടാ. സോറി, ബുദ്ധിമുട്ടാ. ശ്രീകുമാറേ, സർ, ആ ഫയലിംഗ് ഉണ്ട്. എങ്ങനെയാ ഹോസ്പിറ്റലിൽ കാശ് എത്തിക്കണം? അതിനൊരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് കിടന്നേ പറ്റൂ. അതിനിപ്പോ എന്താ ഒരു വഴി? ആ ലത. സർ, ഗുഡ് ലത. സത്യത്തിൽ ഭാവനയുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയല്ല ലത. മറ്റാർക്കും കഴിയാത്ത കാര്യമല്ലേ ലത ചെയ്തത്. ഞാൻ അറിഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറെ കാശ് സ്വരൂപിച്ചെന്ന്. ഭാവനയ്ക്ക് വേണ്ടി ഞങ്ങളിൽ കഴിയുന്നത് എന്തെങ്കിലും ചെയ്യണ്ടേ സർ? അതുകൊണ്ടാ. ഓക്കെ, നല്ല കാര്യം. സത്യം പറഞ്ഞ ഇതൊക്കെ മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യമാ. പക്ഷെ എന്ത് ചെയ്യാ, നമ്മളൊക്കെ വെറും ജോലിക്കാരായി പോയില്ലേ. ശരി, ഇത്രയൊക്കെ നിങ്ങൾ സ്റ്റാഫുകൾ ചെയ്യുമ്പോ ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ? ആ, കിട്ടിയ കാശ് എത്രയാന്ന് വെച്ചാ ആ കാശ് കൊണ്ടുപോയി കൗണ്ടറിൽ അടയ്ക്കണം. ബാക്കി തുക ഓപ്പറേഷൻ കഴിഞ്ഞിട്ടടയ്ക്കാം. കുറച്ചു പേരും കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സർ. അത് വരട്ടെ, ഇനി സമയമുണ്ടല്ലോ. വൈകും തോറും ഭാവനയുടെ നില മോശമായിക്കൊണ്ടിരിക്കും. ഓക്കെ സർ, എന്നാൽ ഇപ്പൊ തന്നെ അടയ്ക്കാം. എന്തു പറ്റി? സർ, ഞാൻ ഇവിടെ കൊണ്ടുവച്ച കാശ് കാണുന്നില്ല. എന്ത്? കാശ് കാണുന്നില്ലെന്നോ? ആ, അതെ സർ. കാശ് ഞാൻ ഇതിനകത്താ വെച്ചത്. ഈശ്വര, കാശ് എവിടെ പോയി? നോക്കില്ല, അതെ വെറുതെ നമ്പർ ഇറക്കാതെ പിരിച്ച കാശ് എടുത്തു കൊടുക്കും. അതോ പിരിച്ച കാശ് രഹസ്യമായിട്ട് വീട്ടിൽ കൊടുത്തയച്ചാ? എന്താ സർ
ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇതാരും മനഃപൂർവ്വം എടുത്തു മാറ്റിയതാ സർ. അതിനിവിടെ ആരെടുത്തു മാറ്റാൻ?